ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മാതൃവേദി അംഗങ്ങളെ, ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയും സഹനങ്ങളുടെ കൂട്ടുകാരിയുമായ വിശുദ്ധ അൽഫോൻസമ്മയെക്കുറിച്ച് ഏതാനും ചിന്തകൾ ഞാനിവിടെ പങ്കുവയ്ക്കട്ടെ. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരള കത്തോലിക്ക സഭയ്ക്ക് ലഭിച്ച ഒരു സമ്മാനമാണ് വിശുദ്ധ അൽഫോൻസമ്മ. 1910 ഓഗസ്റ്റ് 19 കുടമാളൂരിൽ ജോസഫിന്റെയും മേരിയുടെയും 4ാമത്തെ പുത്രിയായി വിശുദ്ധ അൽഫോൻസമ്മ ജനിച്ചു. ഒരു വ്യക്തിയെ അനുകരിക്കണമെങ്കിൽ അയാളെ അറിയണം. വിശുദ്ധ അൽഫോൻസമ്മയെ അനുകരിക്കണമെങ്കിൽ അവളെ അറിയണം. അവളുടെ ആധ്യാത്മിക ജീവിതത്തെ ആഴമായി പഠനവിധേയമാക്കണം. ഏതു വിധേനയും സുഖവും നേട്ടങ്ങളും കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആധുനിക തലമുറയ്ക്ക് ഒരു വെല്ലുവിളിയാണ് വിശുദ്ധ അൽഫോൻസമ്മയുടെ ജീവിതം. ജീവിച്ചിരുന്ന കാലത്ത് മഠത്തിന്റെ 4 മതിലുകൾക്ക് പുറത്ത് അവൾ അറിയപ്പെട്ടിരുന്നില്ല. ക്രൂശിതനായ ക്രിസ്തുവിന്റെ ലോകരക്ഷയ്ക്ക് വേണ്ടിയുള്ള സഹനങ്ങളോട് ചേർന്ന് വിശുദ്ധ അൽഫോൻസമ്മ പ്രാർത്ഥിച്ചു. സഹനങ്ങളുടെ രക്ഷാകര മൂല്യം വളരെ വ്യക്തമായും ശക്തമായും ആധുനിക തലമുറയ്ക്ക് മനസ്സിലാക്കി തന്നു. സഹനത്തിന്റെ പുത്രിയാണ് വിശുദ്ധ അൽഫോൻസമ്മ. ജനനം മുതൽ മരണം വരെ അതവളെ പിന്തുടരുകയും ചെയ്തു. സന്യാസിയാർത്ഥി ആയതു മുതൽ രോഗങ്ങൾ, പീഡകൾ, മറ്റുള്ളവരുടെ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും എല്ലാം അവൾ സന്തോഷപൂർവ്വം സഹിച്ചു. അവളുടെ ജീവിതത്തിൽ അവൾ കൂടുതൽ സഹനങ്ങൾ ഏറ്റുവാങ്ങി. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ സമയത്തൊക്കെ നാം ചിന്തിക്കുന്ന ഒരു വാക്കാണ് മടുത്തു, ഈ ജീവിതം തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെയാണ് അൽഫോൻസമ്മയുടെ മഹത്വം നാം മനസ്സിലാക്കേണ്ടത്. ഓരോ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സഹനങ്ങളും അവൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. കൂടുതൽ സഹനങ്ങൾ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുകയാണ് ഉണ്ടായത്. സഹനത്തിന്റെ പുത്രിയാണ് ഈ വിശുദ്ധ അൽഫോൻസമ്മ. ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു വിശുദ്ധ ഉറങ്ങുന്നുണ്ട്. ആ വിശുദ്ധയെ ഉണർത്താൻ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ നാം ഉണർത്തണം. 2008 ഒക്ടോബർ 12 അൽഫോൻസമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചത്. ദൈവഹിതം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുക എന്നതാണ് ഏറ്റവും ഉത്കൃഷ്ടമായ പ്രാർത്ഥന എന്ന് യേശു നമ്മെ പഠിപ്പിച്ചു. ഗെത്സമേനിൽ പീഡ അനുഭവിക്കുന്ന അവസരങ്ങളിൽ യേശു പ്രാർത്ഥിച്ചതും ഇതാണ്, ദൈവഹിതം എന്നിൽ നിറവേറട്ടെ എന്ന്. പരിശുദ്ധ അമ്മയും ഇങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി, ദൈവഹിതം എന്നിൽ നിറവേറട്ടെ. തനിക്കെതിരെ പടയോട്ടം നടത്തി വരുന്ന തന്റെ സ്വന്തം പുത്രൻ അബ്സലോമിന്റെ കൈകളിൽ നിന്ന് ജീവനും കൊണ്ടോടിയ ദാവീദ് രാജാവും ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, അങ്ങയുടെ ഇഷ്ടം എന്നിൽ പ്രവർത്തിക്കട്ടെ, ഇതാ ഞാൻ. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അടിപതറാതെ വിശുദ്ധ അൽഫോൻസമ്മയെ പോലെ സഹനങ്ങളോട് ചേർന്ന് നിന്ന്, യേശുവിന്റെ പീഡാസഹനങ്ങളോട് ചേർന്ന് നിന്ന് വിശ്വാസത്തിൽ മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.